തെലങ്കാനയിൽ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 30 കടന്നു. ഇന്നലെ പുലർച്ചെയുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതൊരു കെമിക്കൽ ഫാക്ടറി കൊണ്ട് തന്നെ ഈ സ്ഫോടനം അത് വീണ്ടും തികത്താനുള്ളൊരു സാധ്യതയൊക്കെ കൂടുതലുണ്ടോ? ക്രിസ്റ്റീന, ഏതാണ്ട് കഴിഞ്ഞ 24 മണിക്കൂറായി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഉണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം മാറിയിരിക്കുന്നത്. കാരണം മരണം 30 കഴിഞ്ഞിരിക്കുന്നു. 32 എന്നുള്ളതാണ് ഒരു ഏകീകരിച്ച കണക്കായി പറയാൻ കഴിയുന്നത്. ആ കണക്കിലും നിൽക്കില്ല മരണസംഖ്യ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ആശങ്ക ഉയർത്തുന്ന വിവരം. കാരണം ഇനിയും 27ഓളം ജോലിക്കാരെ ഇവിടെ നിന്ന് കണ്ടെത്താനുണ്ട്. കാരണം ഇന്നലെ ഉണ്ടായ ഒരു അപകടം, അതിനുശേഷം ഇത്രയും സമയമായിട്ടും ആ രക്ഷാപ്രവർത്തനം അതിൻ്റെ പൂർണ്ണ തോതിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്നില്ല. ഒരു റിയാക്ടർ ബ്ലാസ്റ്റ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ അത്തരത്തിലൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു 3 നില കെട്ടിടം പൂർണ്ണമായും അഗ്നിക്കിരയാകുന്നു. അവിടെ 90ഓളം ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരിൽ ഏതാണ്ട് 16 പേർ ഇന്നലെ മരിച്ചു. ശേഷം ഇന്ന് പുലർച്ചെയുമൊക്കെ ആയിട്ടായി ബാക്കി 17 പേരോളം ഇന്ന് രാവിലെ മരിച്ചു. അപ്പോൾ അങ്ങനെ 30 പേരിൽ കൂടുതൽ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. ഇനിയും 27 പേരെ കണ്ടെത്താനുണ്ട്. പലരും അയൽ സംസ്ഥാന തൊഴിലാളികളാണ്. ആരൊക്കെയാണ് ഇനിയും മിസ്സിംഗ് ആയിട്ടുള്ളത് എന്ന് പോലും SDRF NDRF സംഘങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ശേഷം പുക വലിയ തോതിൽ ഉയരുന്നു, തീപിടുത്തമുണ്ടാകുന്നു. അങ്ങനെ തീ ഏതാണ്ട് പൂർണ്ണമായും ഒന്ന് അണയ്ക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോത് കുറയ്ക്കാൻ തന്നെ ഇന്നലെ ഏറെ പണിപ്പെട്ടിരുന്നു ഇവർ. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവിടേക്ക് ഏതെങ്കിലും ആളുകളുടെ മൃതദേഹമെങ്കിലും ശരീരഭാഗങ്ങളെങ്കിലും ഒക്കെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ വലിയ ദാരുണമായൊരു അപകടമായി മാറിയിരിക്കുകയാണ്. അത്ര തീവ്രമായ അപകടം. എന്തായാലും ഇനിയും മരണസംഖ്യ ഉയരാൻ കഴിയുമെന്നുള്ള വിവരമാണ് ആശങ്കയോടെ പങ്കുവയ്ക്കാൻ കഴിയുക. ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് റഹീസാണ്.